കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ സീറ്റിലും UDF വിജയിക്കുമെന്ന് പറയുകയാണ് DCC പ്രസിഡന്റായ കെ പ്രവീൺകുമാർ. 13 സീറ്റിലും UDF വിജയിക്കും. ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് LDF പ്രവർത്തകരുടെ മനസ്സിലാണെന്നും പ്രവീൺകുമാർ പറഞ്ഞു. പ്രതികരണത്തിലേക്ക്. വോട്ടെണ്ണാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമ്മോടൊപ്പം കോഴിക്കോട് DCC പ്രസിഡന്റും കൊയിലാണ്ടി UDF സ്ഥാനാർത്ഥിയുമായ കെ പ്രവീൺകുമാർ ചേരുന്നുണ്ട്. ഇനി കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ. എന്താണ് നമുക്ക് ഈ നിമിഷം പറയാനുള്ളത്? 13 കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ UDF തൂത്തുവാരും 13 സീറ്റും ജയിക്കും. ഞാൻ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് അന്ന് വൈകിട്ട് ഈ മുറ്റത്ത് വെച്ച് പറഞ്ഞ കാര്യമാണ്. അതിലിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ ചരിത്ര വിജയവുമായി UDF വരും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? ഈ ഭരണവിരുദ്ധ വികാരം തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എന്താണ്? അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾ ഈ എക്സിസ്റ്റ് പോളിൽ തന്നെ 2 സീറ്റ് മാത്രമുള്ള UDFന് 9 മുതൽ 11 പതിരിച്ചില്ല. എക്സിസ്റ്റ് പോൾ എന്താ വരുന്നത്? ജനങ്ങൾ LDFന് കൊടുത്ത പണിയേ വരുന്നുള്ളൂ. യഥാർത്ഥ പാർട്ടിക്കാർ ആ പാർട്ടി കൊടുത്ത പണിയുണ്ട്. അത് എണ്ണുമ്പേ മനസ്സിലാവുള്ളൂ. അത് കാണാം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും അഗ്രസീവായി UDFും LDFും ഫൈറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പാണ് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും. അതിൽ 10 ലീഡാണ്. ഇതിൽ നല്ല കമ്മ്യൂണിസ്റ്റ് അഗ്രസീവ് ആയിരുന്നില്ല. പിന്നെ അതുകൊണ്ട് കാരണം ഭരണവിരുദ്ധ വികാരം ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് പൊതുജനങ്ങളുടെ മനസ്സിനേക്കാൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മനസ്സിലാണ്. അതുകൊണ്ട് തന്നെ 13 ചെയ്യും. CPMന്റെ വിലയിരുത്തൽ പ്രകാരം നിലവിലെ UDFന്റെ സിറ്റിംഗ് സീറ്റിന് പുറമെ ഒരു 3 സീറ്റ് കൂടി ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ്. അത്ര എത്തിയല്ലോ. ആ 3 നഷ്ടപ്പെടുത്തില്ലോ. നോക്കിക്കോളൂ, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. വാട്ടർലൂ ആയിരിക്കും LDFന്റെ ഈ ജില്ലയിൽ. ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഏതെല്ലാം മണ്ഡലങ്ങളാണ്? അല്ല, ഇഞ്ചോടിഞ്ച് മത്സരം എന്ന് പറഞ്ഞാൽ ഏതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലായിടത്തും മത്സരം എല്ലായിടും ഇഞ്ചോടിഞ്ച് തന്നെയല്ലേ. പക്ഷെ വൻ വോട്ടിന് ജയിക്കും. ഏത് മത്സരമാണെങ്കിലും ഇഞ്ചോടിഞ്ച് ചോദിക്കും. കാരണം ചില സ്ഥലത്ത് നമുക്ക് വലിയ തോതിൽ മുന്നിൽ പോയി നിൽക്കുന്ന മണ്ഡലങ്ങൾ ഉണ്ടാവാം. ചില സമയത്ത് ഫോട്ടോ ഫിനിഷിംഗ്. ഏതായാലും ഇഞ്ചോടിഞ്ച് എന്ന് നിങ്ങൾ കരുതുന്ന മണ്ഡലങ്ങളിൽ പോലും UDF ശക്തമായി വിജയിച്ചു കയറും. അതായത് ഇവിടുന്ന് ഇപ്പൊ നമ്മൾ 20 വർഷമായിട്ട് കോൺഗ്രസിന്റെ ഒരു MLA ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് ഈ വോട്ടെണ്ണി കഴിയുമ്പോൾ CPM ഉണ്ടാവില്ല. ഉറപ്പ്. കൊയിലാണ്ടിൽ എത്രയാണ് ഭൂരിപക്ഷം ഉണ്ടാവും? 5 അക്കം. കൊയിലാണ്ടിൽ 5 അക്കം ഭൂരിപക്ഷം ഉറപ്പായിട്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള സ്ഥാനാർത്ഥി എനിക്ക് അതിന്റെ പറയാൻ പറ്റും. അത് ഞാൻ ആവണമെന്നില്ല. ഏതായാലും കൊയിലാണ്ടിയിൽ UDF സ്ഥാനത്ത് ഭൂരിപക്ഷം 5 അക്കം കിടക്കും. നേരത്തെ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കുമ്പോൾ ആർക്കും അതെല്ലാം എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. കോഴിക്കോട് നിന്ന് മുഴുവൻ സീറ്റിലും UDFന് വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. തുടർ ഭരണമോ ഭരണമാറ്റമോ? കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.